നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻട്രിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഇന്ന് ഛാന്തോഗ്യ ഉപനിഷത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിലെ 17-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം: പൃഥിവി ഹിങ്കാരം അന്തരീക്ഷം പ്രസ്താവോ ദ്യൗരുദ്ഗീതോ ദിശ പ്രതിഹാര സമുദ്രോ നിധനമേതാ ശക്വർയോ ലോകേഷു പ്രോതാ. ഭൂമി ഒരു ഹിങ്കാരമാണ്, അന്തരീക്ഷം ഒരു പ്രസ്താവമാണ്, ആകാശം ഒരു ഉദ്ഗീതമാണ്, കോമ്പസിന്റെ ഭാഗങ്ങൾ ഒരു പ്രതിഹാരമാണ്, കടൽ ഒരു നിധനമാണ്. ഇവ ശക്വര സാമൻ ലോകങ്ങളിൽ നെയ്തെടുത്ത വരികളാണ്. 17-ാം ഖണ്ഡത്തിലെ 2-ാമത്തെ ശ്ലോകം: സ ഏവമേതാ ശക്വര്യോ ലോകേഷു പ്രോതാ വേദലോകീ ഭവതി സർവമായുരേതി ജോഗ് ജീവതി മഹാൻ പ്രജയാ പശുഭിർഭവതി മഹാൻ കീർത്തിയ ലോകാത്ര നിന്ദേതത് വ്രതം. ലോകങ്ങളിൽ നെയ്തതായി ശക്വരി സാമൻ എന്ന രൂപത്തിൽ അറിയുന്നവൻ ലോകത്തിന്റെ ഉടമസ്ഥനാകുന്നു. ജീവിതത്തിന്റെ പൂർണ്ണമായ കാലയളവ് ജീവിക്കുന്നു, നീണ്ടനാൾ ജീവിക്കുന്നു, സന്താനങ്ങളിലും കന്നുകാലികളിലും മഹാനാകുന്നു, പ്രസിദ്ധിയിൽ മഹാനാകുന്നു. ലോകങ്ങളിൽ തെറ്റുകൾ കാണരുത്, അതാണ് അവന്റെ നിയമം. അപ്പൊ ഛാന്തോഗ്യ ഉപനിഷത്ത് നമ്മളുടെ ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ലൈഫിലേക്ക്, ജീവനിലേക്ക് കണക്ട് ചെയ്ത് ജീവിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ലൈഫിന്റെ ആ യഥാർത്ഥ ഫ്ലോ, അതാണ് സാമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒറിജിനൽ ഫ്ലോ ആയിട്ടുള്ള ആ ശബ്ദത്തിന്റെ ബ്രാഞ്ചസ് പറയാം, ആ പ്യൂരിറ്റി നമ്മളിലൂടെ എല്ലാം പ്രവഹിക്കുന്നത്, നമ്മുടെ ഹൃദയമായി നിലനിൽക്കുന്നത് ആ സാമൻ എന്നുള്ള ആ ഫ്ലോ ആണ്. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന ഈ ലോകം, ഈ പ്രപഞ്ചം, ഇത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ സാമന്റെ തന്റെ എക്സ്പ്രഷൻസ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മള് സുഷുപ്തി അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലൂടെ കടന്നു വന്ന് ജാഗ്രത അവസ്ഥയിൽ എത്തുമ്പോഴേക്കും ആ ഉള്ളിലുള്ള സാമൻ തന്നെ മനസ്സ്, എനർജി, അതിനുശേഷം മാറ്റർ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ ഈ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ഒറിജിനൽ ആയിട്ടുള്ള ആ പ്യൂരിറ്റി ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ലൈഫിന്റെ ഉദ്യമം, നമ്മുടെ ജീവിതത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് എല്ലാ പോസിബിലിറ്റീസും ഉള്ള ആ സാമനെ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അതാണ് നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അറിയാതെ. അപ്പൊ നമ്മളുടെ ക്രിയേഷൻ, ഈ ഞാനെന്ന് പറയുന്ന ഈ അഹംബോധത്തിന്റെ എക്സ്പ്രഷൻസ് തന്നെയാണ് ഈ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വിശദമായിട്ട് പറയുന്നത് അഹം എന്ന് പറയുന്നത്
ആത്മൻ എന്നുള്ള തലത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഭൂതികളും എല്ലാം ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ സെപ്പറേഷൻ അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ ആ യഥാർത്ഥ സാമിൽ നിന്നും അകന്നകന്ന് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കാണുന്ന സൃഷ്ടി യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ഇംപെർഫെക്ഷന്റെ എക്സ്പ്രഷൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പെർഫെക്റ്റ് ആയിട്ട് സെന്റേർഡ് ആയിട്ട് നിൽക്കുന്ന, സാമനിൽ തന്നെ സെന്റേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഇംപെർഫെക്ഷൻസ് കാണാൻ സാധിക്കില്ല. സൂര്യന് അന്ധകാരം കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ, സൂര്യൻ എവിടെ ചെന്നാലും അവിടെ പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ധകാരം കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം? ഞാൻ എന്നുള്ള ഈ അഹംബോധം തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. ആ ഒറിജിനൽ ആയിട്ടുള്ള ആ ഫ്ലോ നിന്നും തിരിഞ്ഞ് തൻ്റെ സൃഷ്ടിയിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ അവിടെ തൻ്റെ തന്നെ റിഫ്ലക്ഷൻസ് കാണും. അതാണ് ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് യാത്ര എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ആയിട്ട് ശാന്തി എന്ന് പറയുന്നത്, ഈ കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ്. സഹജമാർഗത്തില്, ഹാർട്ട്ഫുൾനെസ്സില് ഇതിനെ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിന്റെ യാത്ര എന്നാണ് പറയുന്നത്. നമ്മുടെ പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഹൃദയമണ്ഡലത്തിലെ 5 ചക്രങ്ങൾ, ഭൂമി, ആത്മൻ, സ്പേസ്, ആകാശം, അഗ്നി, ജലം, വായു, എല്ലാം ഈ ഹൃദയമണ്ഡലത്തിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഉൾക്കൊണ്ട് വേണം പോവാൻ എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പൊ ഈ തിരിച്ചുള്ള ഈ യാത്രയിൽ നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ ഫ്ലോയിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയിട്ട്, സെന്റേർഡ് ആയിട്ട് തന്നെ ജീവിക്കണം. അപ്പൊ സഹജമാർഗം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇൻട്രഡക്ടറി സിറ്റിംഗ്സിലൂടെയാണ്. നമ്മളെ ആ ഫ്ലോയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ്, ട്രാൻസ്മിഷൻ നൽകിക്കൊണ്ടാണ്. സഹജമാർഗ് ബിഗിൻസ് വിത്ത് സമാധി എന്നാണ് സഹജമാർഗത്തിന് മാസ്റ്ററായിട്ട് ചാരുജി മഹാരാജ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രമിച്ചുകൊണ്ട് സമാധിയിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരു ജന്മം മതിയാവില്ല. എത്രയോ ജന്മങ്ങൾ എടുത്താലാണ് നമുക്ക് ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക എന്ന് നമ്മുടെ ചരിത്രങ്ങൾ വായിച്ചാൽ, സ്പിരിച്വൽ ലിറ്ററേച്ചർ വായിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നും. സഹജമാർഗം അത് വളരെ എളുപ്പമാക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ആ ഒറിജിനൽ ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യണം. ആ ഒറിജിനൽ സെന്ററിൽ നിലകൊള്ളുന്ന മാസ്റ്റർ അതിന് തയ്യാറായിട്ട് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. നമ്മൾ കോപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ സിറ്റിങ്സിന് നമുക്ക് വളരെ ഡെപ്തിൽ ആ സമാധി അനുഭവം ഉണ്ടാവാം. പ്രിപ്പയർഡ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സീക്കർക്ക്, ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സീക്കർക്ക് ആ സമാധിയുടെ അനുഭവം ഉണ്ടാവും. പിന്നെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഈ സമാധിയെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സഹജമാർഗത്തിന്റെ യാത്ര സെൻട്രിഫ്യൂഗലാണ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. ഉള്ളിൽ നിന്നും പുറത്തേക്കാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒറിജിനൽ സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണത്. എന്തിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും വിടണം എന്നാണ് പറയുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ, നമ്മളെല്ലാം ഉപേക്ഷിക്കണം, ആ ഒറിജിനാലിറ്റിയിൽ നിൽക്കണം, എല്ലാം എടുത്തുകളയാനുണ്ട്. ഇത് വൈരാഗ്യമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അതായി നിലകൊള്ളാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ മതി. ബാബുജി മഹാരാജ് പറയുന്നത് തല ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കുന്ന പോലെയാണ്. ആ ഒരു നിമിഷം കൊണ്ട് കംപ്ലീറ്റ് ആയതാണ്. പക്ഷെ ഇങ്ങോട്ട് തിരിക്കരുത് മാത്രം. അപ്പൊ നമുക്ക് സഹജമാർഗത്തില് മാസ്റ്ററിൽ നിന്നും ആ പ്രാണാഹുതി എന്ന അനുഗ്രഹം ലഭിച്ചതിന് ശേഷം എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. അത് മാത്രമല്ല, മെഡിറ്റേഷൻ കഴിഞ്ഞ് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നമ്മൾ ജാഗ്രത അവസ്ഥയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതേ സെന്ററിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ വളരെയധികം നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസവും മാസ്റ്ററുടെ സ്നേഹവും നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഈ സമാധി എന്നുള്ള അവസ്ഥ ജീവിതത്തിൽ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 360 ഡിഗ്രി ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ മുഴുവൻ ആ അനുഭവം നമുക്കുണ്ടാവും. ഇവിടേക്ക് ഒരിക്കലും വീഴാത്ത ഒരു ജീവിതം, തുര്യാതീത അവസ്ഥ എന്ന് ഇപ്പോഴത്തെ മാസ്റ്ററായിട്ട് ദാജി വിശേഷിപ്പിക്കുന്നു. അപ്പൊ ചാന്തോഗ്യ ഉപനിഷത്തില് ഈ സെന്റേർഡ് ആയിട്ട് പ്രവർത്തിക്കണം, അങ്ങനെയാണ് ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നു എന്ന് പറയുന്നു. ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാതെ, ഇവിടെ അറ്റാച്ച്ഡ് ആവാതെ, എപ്പോഴും ഞാൻ ആരാണെന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് റിമെമ്പർ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതം പൂർണ്ണമായിട്ട് ജീവിക്കുന്നത്. ജീവിതത്തിന് നമ്മൾ ജീവിക്കാൻ പലതും ചെയ്യണം. യഥാർത്ഥത്തിൽ ലൈഫിന് ഒന്നും ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജീവൻ നിലനിർത്തുക എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയും
നമ്മുടെ ഈ അഹംബോധത്തിൽ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത്. യഥാർത്ഥ ജീവന് നിലനിർത്തേണ്ടതായിട്ട് ഒന്നുമില്ല, ലൈഫിന് നിലനിർത്തേണ്ടതായിട്ട് ഒന്നുമില്ല. ലൈഫാണ് എല്ലാത്തിനും നിലനിർത്തുന്നത്. അതുപോലെ ഈ ഉള്ളിൽ നിന്നും വരുന്ന ഈ ഫ്ലോ, ഇതാണ് നമ്മൾ നിലനിർത്തുന്നത്. ആ സാമനാണ് നമ്മൾ നിലനിർത്തുന്നത്. ആ ബോധത്തോടു കൂടി നമ്മൾ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഭയം എന്നുള്ള കാര്യം ഇവിടെ ഇല്ല, മരണം എന്നുള്ള കാര്യം ഇവിടെ ഇല്ല. നമുക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളോ ചിന്തകളോ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം ഇവിടെ ആ ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ജനന മരണ ചക്രങ്ങളിൽ നമ്മൾ വീഴാതെ നമ്മൾ യഥാർത്ഥ ഫ്ലോയിൽ തന്നെ ആ ഒറിജിനൽ സോഴ്സിന് ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടുള്ള ജീവിതം എന്നത്, റിയൽ ലൈഫ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. നമ്മുടെ യഥാർത്ഥത്തിൽ ജീവനെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം ഈ ജീവിതം. ആ ഒരു കാര്യത്തിന് സഹജമാർഗം നമ്മുടെ വളരെ നമ്മളെ ഈ കാര്യത്തിൽ വളരെ 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 സഹായിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഒരു യോഗ എന്നുള്ള ഈ ഒരു സങ്കല്പത്തെ വളരെ എളുപ്പമാക്കി, വളരെ ലളിതമാക്കിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും വീണ്ടും സഹജമാർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാന്തോക്യ ഉപനിഷത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യഥാർത്ഥ അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.